തൊണ്ണൂറുകളുടെയൊക്കെ തുടക്കം കോമഡി സിനിമകളിൽ തിളങ്ങിയിരുന്ന നായകന്മാരായിരുന്നു സിദ്ദിഖ്, ജഗദീഷ്, മുകേഷ്. അതായത് മമ്മൂട്ടി, മോഹൻലാൽ, ആ ഒരു സൂപ്പർ താരങ്ങളൊക്കെ തൊട്ട് താഴെ നിൽക്കുന്ന ഇവരെ വെച്ചിട്ട് കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു അടുത്തൊരു ജനറേഷൻ വന്നു കഴിഞ്ഞപ്പോൾ അതുപോലത്തെ ലോ ബഡ്ജറ്റ് സിനിമകളിലെ കോമഡി നായകനായിട്ട് തിളങ്ങി തുടങ്ങിയ നടനായിരുന്നു ദിലീപ്. സിദ്ദിഖും ദിലീപും ഇവർ രണ്ടുപേരും നല്ല കോമ്പിനേഷനാണ് ഇവരുടെ. നമ്മളിപ്പോ ഈ അടുത്ത് പ്രിൻസ് ആൻഡ് ഫാമിലി അല്ലെങ്കിൽ ബാലം വക്കീൽ കുറച്ച് സിനിമകളൊക്കെ ഇപ്പൊ അവര് അച്ഛൻ മകൻ ആ ഒരു കോമ്പിനേഷനിലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ തുടക്കകാലത്ത് സിദ്ദിഖും ദിലീപും അങ്ങനെ ഒരുമിച്ച് സിനിമകളൊന്നും ചെയ്തിട്ടില്ല. അവർ രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെയാണ്. പക്ഷെ ഇവർ രണ്ടുപേരും ചേട്ടനും അനിയനുമായിട്ട് ഒരുമിച്ച് അഭിനയിച്ച് തകർക്കേണ്ട ഒരു സിനിമ ഉണ്ടായിരുന്നു. പക്ഷെ സിദ്ദിഖിന് അന്ന് ആ ഒരു സിനിമ ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു സിനിമയാണ് 1996 റിലീസായ കുടുംബ കോടതി. അതിന്റെ സംവിധായകൻ വിജി തമ്പി, അതിന്റെ റൈറ്റർ ശശിധരൻ ആറാട്ടുവഴി. ഇവർ രണ്ടുപേരും ഒരു ഹിറ്റ് കോംബോയാണ്. വിജി തമ്പിയും ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ കോമഡി സിനിമകളാണ്, എല്ലാം ഒരുവിധം സിനിമകളൊക്കെ ഹിറ്റാണ്. വിജി തമ്പിയുടെ ആ കാലത്ത് ഇറങ്ങിയ 90% സിനിമകളിലും സിദ്ദിഖുണ്ട്. അവർ രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളുമാണ്. സിദ്ദിഖിനെ ഒരു സത്യമേവ ജയതേ എന്നൊരു സിനിമയിലെ ഒരു ശക്തനായിട്ടുള്ള ഒരു വില്ലനായിട്ട് ആദ്യം എനിക്കൊന്നൊരു വലിയൊരു വില്ലൻ വേഷം സിദ്ദിഖ്, അല്ലെങ്കിൽ ശക്തമായിട്ടൊരു വില്ലൻ വേഷം സിദ്ദിഖ് ആദ്യം ചെയ്ത സിനിമയും സത്യമേവ ജയതയായിരിക്കും. ശരിക്കും കുടുംബ കോടതി എന്നൊരു സിനിമ, അതിന്റെ പ്രൊഡ്യൂസർ സുരേഷ്, അദ്ദേഹം ദൂരദർശനിൽ സീരിയലുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള. അദ്ദേഹത്തിന് ഒരു ലോ ബഡ്ജറ്റ് സിനിമ ചെയ്യണം. അപ്പൊ അങ്ങനെ ശശിധരൻ ആറാട്ടുവഴി ഒരു കഥ പറയുന്നു. അതിലൊരു അച്ഛൻ, രണ്ട് ആൺമക്കള്, നമുക്കറിയാം ഇന്നസെന്റ്. അപ്പൊ ഇന്നസെന്റ് അച്ഛനായിട്ടും ആ രണ്ട് ആൺമക്കളായിട്ടും വന്ന് സിദ്ദിഖിനെയും ദിലീപിനെയും, അന്ന് സിദ്ദിഖാണ് ശരിക്കും സീനിയർ ദിലീപിനെക്കാട്ടും. ഒരുപക്ഷെ താരമൂല്യം വെച്ച് നോക്കുമ്പോൾ സിദ്ദിഖ് തന്നെയായിരിക്കും. പക്ഷെ അന്ന് സിദ്ദിഖിന്റെ ചില വ്യക്തിപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ കാരണം സിദ്ദിഖിന് അന്ന് ആ സിനിമ ചെയ്യാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം അതിനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അപ്പൊ സിദ്ദിഖ് 90കളൊക്കെ തുടങ്ങി നമ്മുടെ ആ ഒരു ഇനിഹരിയർ നഗറും മിക്സ് പരേഡൊക്കെ കഴിഞ്ഞ് ഒരു 93, 94 വരെയൊക്കെ കുറെ നായക വേഷങ്ങളും സഹതാര വേഷങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. 95 എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് സിനിമകളൊക്കെ കുറഞ്ഞൊരു സമയമാണ്. അപ്പൊ ഈ ഒരു സിനിമയിലൂടെ സിദ്ദിഖിന് ശക്തമായിട്ടുള്ള ഒരു ത്രൂ ഔട്ട് റോൾ കിട്ടും, ഒന്നുകൂടി ഒരു റീ എൻട്രി കിട്ടുമെന്നാണ് സിദ്ദിഖ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ സിദ്ദിഖിന് അന്ന് അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു വേഷത്തിലേക്കാണ് പിന്നീട് അശോകൻ എത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അശോകനും നമ്മുടെ ഇൻഹരിയർ നഗറും അതൊക്കെ കഴിഞ്ഞ് കുറെ സിനിമകളൊക്കെ അതുപോലെ കൂട്ടക്കളിക്ക് കണ്ടിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ 95 എന്നൊരു വർഷമൊക്കെ സ്ഫടികമുണ്ട്. പക്ഷെ നമുക്ക് എടുത്തു പറയേണ്ട കുറച്ച് റോൾസ് ഒക്കെ അശോകന് ആ സമയത്ത് കുറവാണ്. പക്ഷെ അശോകന് ഇതൊരു നല്ലൊരു വേഷമാണ് കിട്ടിയിട്ടുള്ളത്. ഇന്നസെന്റും അശോകനും ദിലീപും, അതിൽ അശോകന്റെ നായികയായിട്ട് രുദ്ര, ദിലീപിന്റെ നായികയായിട്ട് മോഹിനി നായികയായ ഗസൽ സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ദിലീപ് മോഹിനി ആ ഒരു കൂട്ടിട്ട്. പിന്നീട് നമുക്കറിയാം പഞ്ചാബി ഹൗസ്, പ്രണയനിലാവ്, കുറെ സിനിമകളിൽ അവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ദിലീപിന്റെ നായികയായിട്ട് മോഹിനി അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ എടുത്തു പറയേണ്ട റോള് കൽപ്പനയാണ്. അതിൽ ഗുണ്ടൂർ പാർവതി എന്ന ക്യാരക്ടർ കൽപ്പനയാണ് ഏറ്റവും കൂടുതൽ കൈയടി കൊണ്ടുവരിക്കുന്നത്. പിന്നെ ജഗദീഷ് ശ്രീകുമാർ ഉണ്ട്, ഇന്ദ്രൻസ് ഉണ്ട്, ഹരിശ്രീ അശോകൻ ഉണ്ട്. നല്ല രസമായിട്ടുള്ള ഒരു സിനിമയാണ്. സൂപ്പർ ഹിറ്റായി ഒരു 100 ദിവസത്തിലോ ഒക്കെ ഓടിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ വ്യക്തിപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം സിദ്ദിഖ് വീണ്ടും സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി. ആ തൊട്ടടുത്ത വർഷം ലേലം, അസുരവംശം, കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്, അതിലൊക്കെ കൃഷ്ണകുടിയിലൊക്കെ കുറച്ച് ചെറിയൊരു എക്സ്റ്റൻഡ് ക്യാമിയോ എന്നൊക്കെ പറയാം. പക്ഷെ ലേലത്തിലൊക്കെ ശക്തമായിട്ടുള്ള ഒരു റോളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. സൂപ്പർമാൻ എന്ന സിനിമ ആ 97 എന്നൊരു വർഷം സിദ്ദിഖിന് നല്ലൊരു വേഷം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ദിലീപിന്റെ ഒരു സമയം തുടങ്ങി. ദിലീപിന്റെ ഒരു മീശമാധവനായിക്കോട്ടെ, പറക്കുന്നില്ലെങ്കിൽ കുറെ സിനിമകൾ. പക്ഷെ അപ്പോഴൊന്നും അതിലൊന്നും സിദ്ദിഖ് ദിലീപ് കോംബോ സദാനന്ദന്റെ സമയം എന്ന സിനിമയിലുണ്ട്. പക്ഷെ വളരെ കുറച്ച് സിനിമകളേ ഉള്ളൂ. എടുത്തു പറയുകയാണെങ്കിൽ ഈ ശരിക്കും ഇവർ ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു, ചതിക്കാത്ത ചന്തു. അത് ആദ്യം ദിലീപ് ആയിരുന്നു. പക്ഷെ ദിലീപ് മാറിയപ്പോഴാണ് ദിലീപ് വന്ന് റൺവേയോ വെട്ടോ ഏതൊരു സിനിമയുടെ റൺവേ ആണ് തോന്നുന്നത്, അതിന്റെ ഒരു തിരക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദിലീപിന് മാറേണ്ടി വന്നു. അങ്ങനെയാണ് ജയസൂര്യ ആ ഒരു വേഷം ചെയ്തത്. അതിൽ ശരിക്കും സിദ്ദിഖിന്റെ ഒരു വില്ലൻ റോളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു കോമഡി റോൾസ് ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. അന്ന് പക്ഷെ അത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ച് രസമാകുമായിരുന്നു. സിദ്ദിഖും പിന്നെ അന്ന് അങ്ങനത്തെ കോമഡി റോളുകൾ ചെയ്തിട്ടില്ല. ഒരു ചോട്ടാ മുംബൈയൊക്കെ മാറ്റി നിർത്തിയ സിദ്ദിഖ് എല്ലാ സിനിമയിലും നല്ല സീരിയസ് റോൾ അല്ലെങ്കിൽ കട്ട വില്ലൻ റോളുകളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. എങ്കിലും ഇനിയും എനിക്ക് തോന്നുന്നു അവർ രണ്ടുപേരുടെയും നല്ലൊരു അച്ഛൻ മകനും അല്ലാത്ത തരത്തിൽ ഉള്ള ഒരു കോമഡി റോൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ രസമാവുമെന്ന് തോന്നുന്നു. എന്തായാലും കുടുംബ കോടതി സിനിമ എന്റെ ഭയങ്കര ഫേവറേറ്റ് സിനിമയാണ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ശരിക്കും തോന്നുന്നു ഇന്ന് സിദ്ദിഖ് ആയിരുന്നെങ്കിൽ ഒരു വേറെ തരത്തിൽ ആ ഒരു റോള് എത്തും. അശോകൻ മോശമാക്കിയിട്ടില്ല, പക്ഷെ സിദ്ദിഖ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി വേറെ ലെവൽ എത്തുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളത് നമുക്ക് കമന്റ് ചെയ്യുക.